അണിഞ്ഞൊരുങ്ങി ഇതളുകളിൽ മുഴുവനും വിഷം നിറച്ച് കാത്തിരിക്കുന്ന 4 മണിപ്പൂവിന്റെ കഥ അറിയാമോ? ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു കാടിന്റെ നിശബ്ദതയില് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരെയും കാത്തിരിക്കാതെ ഒരു സുന്ദരി പൂവ് ജീവിച്ചിരുന്നു. കാറ്റിനോട് മാത്രം സംസാരിച്ചും മഴത്തുള്ളികളോട് മാത്രം ചിരിച്ചും ഏകാന്തതയെ കൂട്ടുകാരിയാക്കിയും അവൾ അങ്ങനെ ചിരിച്ച് പൂത്തിളഞ്ഞു നിന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മനോഹരമായ പൂമ്പാറ്റ അവളുടെ അരികിലേക്ക് പറന്നു വന്നു. മനോഹരമായ പൂമ്പാറ്റയുടെ ചിറകിന്റെ നിറം കണ്ടപ്പോൾ പൂവിന്റെ ഇതളുകൾ അറിയാതെ വിടർന്നു. കാലങ്ങളായി ആരും തൊടാതിരുന്ന അവളുടെ ഹൃദയത്തിലേക്ക് പൂമ്പാറ്റയുടെ സാന്നിധ്യം ഒരു പുതുവസന്തമായി പെയ്തിറങ്ങി. പൂമ്പാറ്റ അവളുടെ ചുറ്റും വട്ടമിട്ട് പറന്നു. പൂവിന്റെ ചെണ്ടുകളിൽ ഒളിഞ്ഞിരുന്ന തേൻതുള്ളികളെ വളരെ സ്നേഹത്തോടെ വളരെ പതിയെ തൊട്ടുണർത്തി പൂമ്പാറ്റ. അങ്ങനെ അറിയാതെ തന്നെ അവരുടെ ഇടയിൽ ഒരു പ്രണയം ജനിച്ചു. പൂമ്പാറ്റയ്ക്ക് വേണ്ടി മാത്രം പൂവ് ഓരോ ദിവസവും മനോഹരമായി പൂത്തു നിൽക്കാൻ തുടങ്ങി. ചെണ്ടുകളിൽ തേൻ നിറച്ച് കാറ്റിനൊപ്പം സന്ധ്യയാകുമ്പോൾ നമ്മുടെ സുന്ദരി പൂവ് കാത്തിരിക്കാൻ തുടങ്ങി പൂമ്പാറ്റയെ. ഇന്നിനെ അവൻ വരാതിരിക്കുമോ? ദൂരെ പൂമ്പാറ്റയുടെ ചിറകടി ശബ്ദം കേൾക്കുമ്പോഴേ തന്നെ പൂവിന്റെ ഇതളുകൾ സന്തോഷം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. എന്നും പൂമ്പാറ്റ വരും, പൂവിന്റെ അരികിലിരിക്കും, അവളുടെ ഇതളുകളിൽ നിന്ന് തേൻ നുകരും, പിന്നെ ഒരു ചെറു പുഞ്ചിരിയുടെ ആകാശത്തിലേക്ക് പറന്നുയരും. അത് മതിയായിരുന്നു നമ്മുടെ സുന്ദരിപ്പൂവിന്. കാരണം ചില പ്രണയങ്ങൾക്ക് ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല. ഒരാൾ വരുന്നു അല്ലെങ്കിൽ ഒരാൾ വരും എന്നൊരു പ്രതീക്ഷ മാത്രം മതി ആ ഹൃദയത്തിന് മുന്നോട്ട് ജീവിക്കാൻ. പക്ഷെ ഒരു വൈകുന്നേരം പൂവ് പതിവ് പോലെ ചെണ്ടുകളിൽ നിറയെ തേൻ നിറച്ച് പൂമ്പാറ്റയ്ക്ക് വേണ്ടി കാത്തിരുന്നു. സൂര്യൻ അസ്തമിച്ചു, കാറ്റ് വീശി, കാട് ഇരുട്ടിലായി. പക്ഷെ പൂമ്പാറ്റ മാത്രം വന്നില്ല. ഒരു പക്ഷെ നാളെ വരും, പൂവ് സ്വയം സമാധാനിച്ചു. പക്ഷെ പിറ്റേ ദിവസവും അവൻ വന്നില്ല. അടുത്ത ദിവസവും അതിനടുത്ത ദിവസങ്ങളിലൊന്നും പൂമ്പാറ്റ ആ വഴി വന്നില്ല. പകലുകൾ രാത്രികളായി മാറി, രാത്രി വീണ്ടും പകലായി. പക്ഷെ ആ ചിറകടി ശബ്ദം മാത്രം അവളുടെ അടുത്ത് വീണ്ടും തിരിച്ചെത്തിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവസാനം വളരെ ദുഃഖിതയായി നിൽക്കുന്ന പൂവിന്റെ അടുത്തേക്ക് ദൂരെ നിന്ന് വീശിയടിച്ച കാറ്റ് വന്ന് അവളുടെ ചെവിയിൽ ഒരു കാര്യം മന്ത്രിച്ചു. നീ കാത്തിരിക്കുന്ന പൂമ്പാറ്റ ഇനി ഒരിക്കലും വരില്ല. നീ കാത്തിരിക്കുന്ന നിന്റെ പൂമ്പാറ്റയെ പുൽച്ചാടി കൊന്നു തിന്നിരിക്കുന്നു. ഇത് കേട്ട് പൂവ് ആദ്യം അലറി കരഞ്ഞു, പിന്നെ വിഷമത്തോടെ നിന്നു, പിന്നെ കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. പിന്നീട് ഒരിക്കലും 4 മണിപ്പൂവിന്റെ ചെണ്ടുകളിൽ തേൻ നിറഞ്ഞില്ല, പകരം വിഷം നിറയാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ടവനെ കൊന്ന പുൽച്ചാടിയെ കൊല്ലാനായിട്ട് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി തന്റെ ചെണ്ടുകളിലെ വിഷം നിറച്ച് തേൻ തുള്ളിക്ക് പകരം വിഷം നിറച്ച് എന്നും 4 മണിപ്പൂവ് കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാടിനുള്ളിൽ നിന്ന് സുന്ദരിയായി പൂവിന് 4 മണിപ്പൂവ് എന്നൊരു പേര് വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ പുൽച്ചാടി പോലും ഒരിക്കലും 4 മണിപ്പൂവിന്റെ അടുത്തേക്ക് പോവില്ല, പേടിയാണ്. അതിന്റെ പുറകിലുള്ള പ്രണയത്തിന്റെ, നിരാശയുടെ, സങ്കടത്തിന്റെ കഥ ഇതാണ്. അതുകൊണ്ട് ചില പൂക്കൾക്ക് സൗന്ദര്യം മാത്രമല്ല ഉള്ളത്, അവരുടെ ഉള്ളിൽ വിഷവും നിറഞ്ഞിരിക്കും. അവയുടെ ഇതളുകൾക്കിടയിൽ പറയാതെ പോയൊരു പ്രണയവും, ഒരുപാട് വേദനിച്ച് കാത്തിരുന്ന ഒരു ഹൃദയവും, തകർന്നൊരു സ്വപ്നവും, ഒരിക്കലും മായാത്തൊരു വേദനയും ഒളിച്ചിരിപ്പുണ്ടാകും. കാരണം ഒരിക്കൽ സത്യമായി സ്നേഹിച്ചിരുന്ന ഹൃദയം തകർന്നു പോയാൽ വീണ്ടും അവ ഭംഗിയായി പൂക്കണമെന്നില്ല. ചിലപ്പോൾ അത് പൂക്കും, പക്ഷെ തേൻ നിറയ്ക്കണമെന്നില്ല. ചിലപ്പോൾ അത് പൂക്കും, പക്ഷെ തേൻ നിറയണമെന്നില്ല. തന്റെ വേദന മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ പൂ പൂക്കുന്നത്. ഓരോ പൂവിന്റെ പുറകിലും അതിന് പറയാനൊരു കഥയുണ്ടാവും. ഒന്നെങ്കിൽ ഒരു സന്തോഷത്തിന്റെ കഥ, അല്ലെങ്കിൽ ഒരു തീരാ നോവിന്റെ കഥ.